വെടിനിർത്തൽ കരാറിന് ശേഷവും അശാന്തി പുകയുന്ന ഗാസ മുനമ്പിൽ ഇപ്പോഴും ഇസ്രായേൽ മനുഷ്യവേട്ട തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഒപ്പിട്ടുവെങ്കിലും ഹമാസും ഇസ്രായേലും പൂർണ്ണമായും അവ പാലിക്കാൻ തയ്യാറായിട്ടില്ല. കരാർ പാലിക്കാത്തത് കരാർ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി പലകുറി ഇസ്രായേൽ പലസ്തീനിൽ ആക്രമണങ്ങൾ നടത്തി. വെടിനിർത്തൽ നിലവിൽ വന്നിട്ട് ഇന്നേക്ക് ഒരു മാസവും ഒരാഴ്ചയും പിന്നിട്ടിട്ടുണ്ട്. ഇതിനിടയിൽ 266 പേർ പലസ്തീനിൽ ഈ ഒരു മാസത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 3 പേരാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 17 മൃതദേഹങ്ങളാണ് ഗാസയിലെ ആശുപത്രികളിൽ എത്തിയത് എന്ന് ഇസ്രായേൽ ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതിനിടെ ഹമാസിനെ നിരായുധീകരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിന്റെ നിരായുധീകരണത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് ഇന്നലെയും ഇസ്രായേലി പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ നെതന്യാഹു സ്വീകരിച്ചു. ഏത് മാർഗത്തിലായാലും ഹമാസിനെ നിരായുധീകരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്ന് നെതന്യാഹു മന്ത്രിസഭയെ അറിയിച്ചു. ട്രംപ് നിർദ്ദേശിച്ച 20 ദിന പദ്ധതിയിൽ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഹമാസ് ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. ഇനി ട്രംപിന്റെ സമാധാന പദ്ധതിയിലായാലും മറ്റേതെങ്കിലും രീതിയിലായാലും ഗാസ പ്രദേശം സൈനിക മുക്തമാക്കുമെന്ന നിലപാടിലാണ് നെതന്യാഹു. ഇക്കാര്യത്തിലും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര പുനഃസ്ഥാപനത്തിലും ഇസ്രായേലി മന്ത്രിസഭയിൽ നിന്ന് നെതന്യാഹു രൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ അംഗീകരിക്കുന്ന UN സുരക്ഷാ സമിതി പ്രമേയത്തിന്റെ വോട്ടെടുപ്പിന് ഒരു ദിവസം മുൻപ് ഹമാസിനെ നിരായുധീകരിച്ച് ഗാസയെ സൈനിക മുക്തമാക്കുമെന്ന നിലപാട് നെതന്യാഹു സ്വീകരിച്ചത്. ഏത് രീതിയിലായാലും ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് താനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിട്ടുള്ളതാണ്. വെടിനിർത്തലിനായുള്ള ട്രംപിന്റെ 20 ഘട്ട പദ്ധതി ഗാസയെ സൈനിക മുക്തമാക്കാനും ഹമാസ് നിരായുധരാകുമെന്ന് ഉറപ്പു നൽകാനും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് എവിടെയും പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലും ഇസ്രായേൽ എതിർപ്പ് തുടരുകയാണ്. അടുത്ത ദിവസം ചേരുന്ന UN സുരക്ഷാ സമിതിയും ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇരിക്കുകയാണ്. യുദ്ധാനന്തര പുനർനിർമ്മാണം, സാമ്പത്തിക വീണ്ടെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗാസയിൽ സമാധാന ബോർഡ് സ്ഥാപിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നിർദ്ദേശമാണ് സുരക്ഷാ സമിതിയിലെ പ്രധാന ചർച്ചാ വിഷയം. ഹമാസിന്റെ നിരായുധീകരണത്തിൽ നേരത്തെയും ഇസ്രായേലും അമേരിക്കയും കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപും ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ അനായാസമായതോ കടുത്തതോ ആയ എന്ത് നിലപാടും തങ്ങൾ സ്വീകരിക്കുമെന്നും നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ വിശദമാക്കി. പലസ്തീൻ രാഷ്ട്രത്തോടുള്ള ഇസ്രായേലിന്റെ എതിർപ്പിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതിനോട് പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഇസ്രായേൽ മന്ത്രിസഭയിൽ നെതന്യാഹു കടുത്ത വിമർശനം നേരിട്ടിരുന്നു. തീവ്ര വലതുപക്ഷ വിഭാഗമായ ധനമന്ത്രി ബസാലേൽ സ്മോട്രിച്ച് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷി അംഗങ്ങളിൽ നിന്ന് നെതന്യാഹുവിന് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നു. മറ്റ് മന്ത്രിമാരും പലസ്തീൻ രാഷ്ട്ര പദവിയോടുള്ള തങ്ങളുടെ എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒക്ടോബർ 10 നിലവിൽ വന്ന US പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ജീവിച്ചിരിക്കുന്ന അവസാന 20 ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചിരുന്നു. കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെട്ട 28 പേരിൽ മിക്കവാറും എല്ലാ മൃതദേഹങ്ങളും വിട്ടുനൽകുകയും ചെയ്തു. പകരമായി ഇസ്രായേൽ ഏകദേശം 2000 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും 330 മൃതദേഹങ്ങൾ തിരികെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വിട്ടുനൽകാൻ ഹമാസ് കാലതാമസം വരുത്തുന്നു എന്നാരോപിച്ചാണ് വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ പലസ്തീനിൽ കടുത്ത ആക്രമണം നടത്തുന്നത്. വെടിനിർത്തൽ നടപ്പിലായ ശേഷം മാത്രം ഗാസയിൽ 266 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ശേഷം ഇതുവരെ ഇസ്രായേൽ അധിനിവേശത്തിൽ മരണസംഖ്യ 69,483 ഉയർന്നു.